നമസ്കാരം. ദുബായിലെ കുതിച്ചുയർന്ന കെട്ടിട വാടക താങ്ങാനാകാത്ത പ്രവാസികൾ ഷാർജയിലേക്കും മറ്റ് വടക്കൻ എമിറേറ്റുകളിലേക്കും വലിയ തോതിൽ താമസം മാറുന്നതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാടകയിലെ വർധനവിനൊപ്പം മറ്റ് എമിറേറ്റുകളിലെ ഉയർന്ന നിലവാരമുള്ള വികസനം, കൂടുതൽ തൊഴിൽ സാധ്യതകൾ, ജീവനക്കാർക്ക് കൂടുതൽ എളുപ്പമാകുന്ന ഹൈബ്രിഡ് വർക്ക് ക്രമീകരണങ്ങൾ എന്നിവയും ഈ കുടിയേറ്റത്തിന് പിന്നിലെ കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് 2009-ലും 2014-ലും സമാനമായ ഇത്തരം കുടിയേറ്റം ദുബായിൽ നിന്ന് മറ്റ് എമിറേറ്റുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ മേഖലയിലുള്ള ഏജൻസികൾ അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള താമസമാറ്റം ഈ വർഷം സംഭവിക്കുമെന്നും അവർ വിലയിരുത്തുകയാണ്. ദുബായിൽ നിന്ന് ഷാർജ, അജ്മാൻ, ഉമൽ ഖുവൈൻ, ഫുജൈറ, റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റുകളിലേക്ക് പോകുമ്പോൾ വാടകയിലെ വ്യത്യാസം കാരണം ഒരാൾക്ക് ഏകദേശം 77,000 ദിർഹം വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് ഈ മേഖലയിലെ വ്യവസായ എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെടുന്നത്. ദുബായ്, ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ കെട്ടിട വാടകയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. വിവിധ മേഖലകളിലെ മികച്ച തൊഴിലവസരങ്ങൾ കാരണം നിരവധി വിദേശികൾ ഇവിടങ്ങളിലേക്ക് തൊഴിൽ തേടിയെത്തുകയും അതുവഴി UAE-യിലെ ജനസംഖ്യയിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്തതോടെയാണ് ഇത്. എന്നിരുന്നാലും ദുബായിലെ വാടക വടക്കൻ എമിറേറ്റുകളേക്കാൾ ഇരട്ടിയിലേറെയാണ്. ദുബായിൽ ഒരു സ്റ്റുഡിയോ കെട്ടിടത്തിന് പ്രതിവർഷം 30,000 ദിർഹം മുതൽ 70,000 ദിർഹം വരെയാണ് വാടകയായി നൽകേണ്ടത്. ഒരു കിടപ്പുമുറിയുള്ള അപ്പാർട്ട്മെന്റിനാകട്ടെ 50,000 ദിർഹം മുതൽ 1,30,000 ദിർഹം വരെയാണ് വാടകയായി ഈടാക്കുന്നത്. ദുബായിലെ ദേറ, ഇന്റർനാഷണൽ സിറ്റി, സ്പോർട്സ് സിറ്റി, ജുമൈറ വില്ലേജ് എന്നിവയാണ് താരതമ്യേന വാടക കുറഞ്ഞ പ്രദേശങ്ങൾ. അതേസമയം പാം ജുമൈറ, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, ഡൗൺ ടൗൺ എന്നിവിടങ്ങളിലാണ് കെട്ടിട വാടക ഏറ്റവും കൂടിയ സ്ഥലങ്ങൾ. UAE-യിൽ ശമ്പളം കൃത്യമായി കിട്ടാത്തവർക്ക്, അതായത് കാലതാമസം വരുന്നവർക്കൊക്കെ തന്നെ കൂടുതൽ ദുരിതമാണ് ഈ ഒരു വാടക ഉയരുന്നതിലൂടെ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് പല സ്ഥലങ്ങളിലും തേടിപ്പോവാൻ നിർബന്ധിതരാകുന്നത്. എന്നാൽ ഷാർജയിൽ സ്റ്റുഡിയോകൾക്ക് 12,000 ദിർഹം മുതൽ 40,000 ദിർഹം വരെയും ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾക്ക് 14,000 ദിർഹം മുതൽ 55,000 ദിർഹം വരെയുമാണ് പ്രതിവർഷം വാടകയായി ഈടാക്കുന്നത്. വടക്കൻ എമിറേറ്റുകളായ അജ്മാൻ, ഉമൽ ഖുവൈൻ, ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ സ്റ്റുഡിയോകൾക്കും ഒരു കിടപ്പുമുറിക്കും ഒരു വർഷം 12,000 ദിർഹം മുതൽ 34,000 ദിർഹം വരെയും ഒരു കിടപ്പുമുറി അപ്പാർട്ട്മെന്റിന് ഏകദേശം 15,000 ദിർഹം മുതൽ 50,000 ദിർഹം വരെയുമാണ് വാടകയായി വരുന്നത്. എന്ന് മാത്രമല്ല, ദുബായ് കെട്ടിടങ്ങളെ അപേക്ഷിച്ച് ഇവിടങ്ങളിലെ കെട്ടിടങ്ങൾക്ക് കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളും ഉണ്ടെന്നതും മറ്റൊരു പ്രധാന ഘടകമാണ്. ഇവിടങ്ങളിൽ പുതുതായി വികസനം വരുന്ന പ്രദേശങ്ങളായതിനാൽ തന്നെ കൂടുതൽ സൗകര്യങ്ങളോടും ഗുണമേന്മയോടുമുള്ള കെട്ടിടങ്ങളും റോഡുകളും പാർക്കിങ്ങുകളും ഉൾപ്പെടെയുള്ളവയാണ് ലഭിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്നവർ അജ്മാനിലോ റാസൽ ഖൈമയിലോ ആണ് താമസിക്കുന്നതെങ്കിൽ ദിവസവും പോയി വരാനുള്ള ഇന്ധന ചെലവ് വർദ്ധിക്കുമെങ്കിലും വാടകയിലെ കുറവ് വച്ച് നോക്കുമ്പോൾ അതാണ് ലാഭകരമെന്നതും ഈ മേഖലയിലുള്ളവർ പറയുന്നുണ്ട്. ഇവിടങ്ങളിലെ സ്കൂൾ ഫീസ് ഉൾപ്പെടെയുള്ള ജീവിത ചെലവും ദുബായിയെ അപേക്ഷിച്ച കുറവാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദുബായിൽ നിന്ന് ഇവിടേക്ക് താമസം മാറുന്ന ഒരാൾക്ക് അതുകൊണ്ട് തന്നെ ശരാശരി 77,000 ദിർഹം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദുബായിൽ ജോലിയുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം രീതിയിൽ വടക്കൻ എമിറേറ്റുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ അവസരങ്ങളും നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പലരും പെട്ടെന്ന് കുടിയേറ്റം നടത്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടത്തേക്ക് പോയാലും അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അവിടെയുള്ളവർ തന്നെ പറയുന്നത്.